ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിംപിൾ സ്റ്റോറീസ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു കുക്കിംഗ് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പുതിയ വേസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ. അപ്പോൾ ഞാൻ അതിരാവിലെ തന്നെ എണീറ്റിട്ട് കിച്ചണിലെത്തിയിട്ടുണ്ട്. ഇന്ന് ഓട്ടയുടെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അരക്കപ്പ് ചോറ്, അരക്കപ്പ് തേങ്ങ, 2 കപ്പ് കുതിർത്ത പച്ചരിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അതിനുശേഷം മാവ് കലക്കിയെടുക്കുക. എന്താ പറയുക, മാവ് കൂടി പോവാനോ അല്ലെങ്കിൽ കുറഞ്ഞു പോവാനോ പാടില്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല സോഫ്റ്റും പെട്ടെന്ന് വിട്ട് കിട്ടാനൊക്കെ സഹായിക്കും. ഓരോ സ്ഥലത്തും ഒരേ റെസിപ്പിയല്ല. ചിലവർ ഇതിൽ മുട്ടയൊക്കെ ചേർത്തെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളതൊക്കെ കഴിച്ചു. മോളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനുള്ള തിടുക്കത്തിലായിരുന്നു. അങ്ങനെ മോളെയും കൂട്ടി സ്കൂളിലേക്ക് പോയി. അവിടെ കുറച്ച് സമയമൊക്കെ നമ്മൾ ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്ത് പിന്നെ കുറച്ച് സമയം അവിടെ കളിയൊക്കെ ആസ്വദിച്ച് നിന്നു. ഇന്ന് കുറച്ച് അധികം മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ മഴയൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് നല്ലോണം മഴ തകർത്ത് പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓണസദ്യയും പായസമൊക്കെ ആസ്വദിച്ച് കഴിച്ചു. കുറച്ച് നേരം അവിടെ തന്നെ അങ്ങനെ നിന്നു. പിന്നെ 1-2 പൂക്കളം ഒക്കെ വീഡിയോയിൽ പകർത്തിയിട്ട് അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ മോളെയും കൂട്ടിയിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്നാലും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഒരുപാട് കൂട്ടുകാർ മറന്നു പോകുന്നതാണോ അതോ ലൈക്ക് ചെയ്യാത്തതാണോ, അറിഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്യാത്തതാണോ കമൻറ്റ് ചെയ്യാത്തതാണോ ഒന്നും അറിയില്ല. മറന്നു പോകുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.